എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ പലതരം പുലാവുകളും ഡിഫറെന്റ് ആയിട്ടുള്ള റൈസസും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. ആ കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ബിരിയാണിയോട് കട്ടയ്ക്ക് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പുലാവിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേര് ബ്രിഞ്ചി റൈസ് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പുലാവ് എന്നാണ്. ഇത് കേരളത്തിന് പുറത്തേക്ക് കല്യാണ സദ്യകൾക്കൊക്കെ വിളമ്പുന്ന ഒരു റൈസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ സ്റ്റൗവിലേക്ക് ഒരു കുക്കറാണ് വെച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലയിൽ ആദ്യം ഇടേണ്ടത് ബേ ലീഫ് ആണ്. പിന്നെ ഒരു 6 ഗ്രാമ്പു, 2 തണ്ട് കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം തക്കോലം, 4 ഏലക്ക, ഇത്രയും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങും. ഈ സമയത്ത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി, 2 എണ്ണോ എല്ലാം ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കുവാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഉള്ളി പെട്ടെന്ന് വഴന്നു വരും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് 1 കൈപ്പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിന്റെ ലിഡ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്കർ അങ്ങനെ വിടുക. അപ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരും. അപ്പോൾ വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്. ഇനി ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ തിന്നാത്ത കുട്ടികളെ പച്ചക്കറി തീറ്റിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇങ്ങനത്തെ റൈസുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കുതിർത്തിയ പട്ടാണി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഈ പച്ചക്കറികളും ഈ മസാലയുടെ കൂട്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പച്ചക്കറികൾ ഇതിൽ ഉടഞ്ഞു കുഴഞ്ഞു പോകത്തില്ല, എന്നാൽ കറക്റ്റ് ആയിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടേണ്ടത്. എന്നിട്ട് ഈ പൊടികളും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണം ഒക്കെ മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് ആണ് സാധാരണ എടുക്കുക. ഇതിപ്പോ ഞാൻ ബുള്ളറ്റ് റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ബസ്മതി റൈസ് പോലെ തന്നെ നല്ല ലോങ് ആയിട്ടുള്ള റൈസ് ആണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര അരി എടുക്കുന്നു അതിന് ഇരട്ടി വെള്ളം വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിന്റെ മേലേക്ക് 1 കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കുക്കറിന്റെ ലിഡ് ഇട്ടിട്ട് ഒറ്റ സ്റ്റീം അടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി കുക്കർ ഒരു 10 മിനിറ്റത്തേക്ക് തുറക്കാനേ പാടില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 15 കാഷ്യൂനട്ട് നന്നായിട്ട് വറുത്ത് കോരണം. പിന്നെ ഒരു 2 സ്ലൈസ് ബ്രെഡാണ് നന്നായിട്ട് വറുത്തെടുക്കണ്ടേ. സാധാരണ പുലാവുകളിലൊക്കെ ഇങ്ങനെ ബ്രെഡ് വറുത്തിടാറുണ്ട്. പക്ഷെ ഈ പുലാവില് ബ്രെഡിന്റെ പീസസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. നമ്മൾ മലയാളികൾക്ക് തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് എത്രമാത്രം ഇഷ്ടമാണ്. അപ്പൊ അത് ഒരു റൈസിലുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ റൈസ് തുറന്നു നോക്കിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ അരിയൊക്കെ ഒന്നൊന്നും ഒട്ടാതെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബ്രെഡിന്റെ സ്ലൈസസും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. റൈത്തയുടെ കൂടെ സെർവ് ആക്കാം. ഞാൻ ഇതിന്റെ മേലെ കുറച്ച് കാഷ്യൂനട്ടും ബ്രെഡ് പീസസും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.